അയ്യോ, എനിക്ക് ഇളയമ്മ പദവിയൊന്നും വേണ്ടേ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി. അത് പിന്നെ ചേച്ചി എന്താ? ചേച്ചി എവിടുന്നോ ജപിച്ചോണ്ട് വന്ന് ഒരു ചരട് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ? ഇനി ചരടെന്നല്ല, എന്തുകൊണ്ട് കെട്ടിയാലും കല്യാണിയുടെ ശനിദശയൊന്നും മാറാൻ പോകുന്നില്ല. അവക്ക് 7.5 ശനിയല്ല, കണ്ടകശനിയാ. കണ്ടകശനി കൊണ്ടേ പോകൂ. ദൈവങ്ങൾ പോലും ഇപ്പൊ അവൾക്കെതിരെ തിരിഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ക്ഷേത്രത്തില് ബോധം കെട്ട് വീണത്. വിലാസിനി, അയ്യോ, എന്തോ? നിനക്ക് വേണ്ടി ഞാൻ ജപിച്ചോണ്ട് വരുന്നുണ്ട്. ചരടല്ല, കാരിരുമ്പ് കൊണ്ടൊരു ചങ്ങല. അത് കയ്യിലല്ല, നിന്റെ കഴുത്തിലിട്ട് ഞാൻ കിട്ടും. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യ. കല്യാണിയെ പോലെ തന്നെ ചേച്ചിക്ക് ഇപ്പൊ ദോഷ സമയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നലെ വരെ ഒരു സ്വഭാവം, ഇന്ന് വേറെ സ്വഭാവം. അന്ന് എന്റെ നെറ്റിയില് തോക്ക് ചൂണ്ടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. അതെ, എനിക്ക് ദോഷവും കുഴപ്പമുള്ളത് കൊണ്ടല്ല, നിന്റെ സമയദോഷം കൊണ്ടാ. അപ്പൊ ഇവിടെ നടന്ന ഈ കള്ളക്കളിയിൽ ഇവൾക്ക് പങ്കില്ല. ഇവരെ മേലോട്ട് ഒഴിയാൻ വയ്യ, താഴോട്ട് ഒഴിയാൻ വയ്യ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, വെറുതെ കുത്തിക്കൊല്ലും. യോ, എന്തൊരു സ്വഭാവ. പിടിക്കണ്ട നന്ദന, എനിക്കിപ്പോ കുഴപ്പമൊന്നും സാരില്ല. വാ. അകത്തേക്ക് പോയിക്കോ. അരവിന്ദ്, നന്ദനയോട് നീ എല്ലാം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അവളിത് ആരോടും പറയില്ല ബ്രോ. നന്ദന, എന്താ നന്ദന, എന്താ പ്രശ്നം? അല്പം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, അകത്ത് പോയി വിശ്രമിക്കാൻ പറയും. സാരില്ല, പേടിക്കണ്ട നന്ദന, ഞാൻ കേറിക്കോളാം. അരവിന്ദ്, എന്താ അമ്മേ? നീ നിന്റെ ഭാര്യയെ വളരെ ശ്രദ്ധയോടെ നോക്കണം. അവളുടെ ആഹാര കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും നിന്റെ ഒരു നോട്ടം വേണം. മെഡിക്കൽ ചെക്കപ്പ് ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ചെയ്യണം. പോഷകാഹാരങ്ങൾ കഴിക്കാൻ പറയണം. ആവശ്യമെങ്കിൽ വൈറ്റമിൻ ഗുളികകളും കൊടുക്കാം. ശരി അമ്മേ.
അടുക്കളപ്പണിക്കാർക്കും കൂലിപ്പണിക്കാർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പാടത്ത് ഞാറ് നടുകയും കൊയ്യുകയും ചെയ്യുന്ന ഗർഭിണികളായ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ലേ? അവരുടെ പ്രസവം വളരെ എളുപ്പമായിരിക്കും. വേലക്കാരി പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരിയേ അല്ല. അവർ ഓടിയും ചാടിയും കുനിഞ്ഞും നിവർന്നുമൊക്കെ പലതരം ജോലികൾ ചെയ്യുന്നവരാ. എന്നാ നിന്റെ ഭാര്യ നന്ദന അങ്ങനെയല്ല. അവളെ എട്ടുകാലി വല കെട്ടിയ പുകപ്പുരയ്ക്കകത്തല്ല ജനിച്ചു വീണത്, കൊട്ടാരത്തിലാ. പട്ടുമെത്തയിൽ കിടന്നും പരവതാനിയിൽ നടന്നുമാ അവള് വളർന്നത്. സ്വർണക്കരണ്ടിയിൽ വെണ്ണ തിന്നു വളർന്നവളാവൾ. അല്ലാതെ തഴപ്പായിൽ കിടന്ന് പഴങ്കഞ്ഞി കുടിച്ച് വളർന്നവളല്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാ നമ്മുടെ അമ്മ. ഇത് തന്നെയാ നമ്മുടെ അമ്മ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്കിപ്പോ. ബ്രോ, എങ്കിലും ചെറിയ പരിഗണനയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. അരവിന്ദേ, ഓരോ ബന്ധങ്ങൾക്കിടയിലും നേരത്തെ അദൃശ്യമായ ചരടുകളുണ്ട്. സ്നേഹവും വിശ്വാസവും അതിന് ബലം നൽകുന്നത്. ഇതൊന്നുമില്ലാത്തടത്ത് രക്തബന്ധങ്ങൾ പോലും വെറും അഭിനയം മാത്രമാ. നീ ഒരു ദിവസം അങ്ങനെയാവും. ബ്രോ ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മ എന്ന സത്യം എനിക്ക് അന്യമാവുകയാണ് അരവിന്ദ്. അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് പോലും ഞാൻ മാഞ്ഞുകൊണ്ടിരിക്കുക. ബ്രോ എന്തൊക്കെ ഈ പറയുന്നേ? അങ്ങനൊന്നുമില്ല. അതെ അരവിന്ദ്, എന്നെ പ്രസവിച്ച കാര്യം പോലും അമ്മ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ഒരു കുഴി വെട്ടി അമ്മ മൂടിക്കളഞ്ഞു. ആ കുഴി കിടന്ന് ശ്വാസം മുട്ടുക. ഒരു പുഞ്ചിരി മതി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ. പക്ഷെ ചെയ്യില്ല. അതിലും വലുത് ആത്മാഭിമാനമാ. കല്യാണിയും കൊണ്ട് ഇവിടേക്ക് വന്നത് വലിയ അബദ്ധമായി പോയി. ഇനി ഞാനും അവൾ എന്തൊക്കെ അനുഭവിക്കണം. കല്യാണി അവളിതറിയുമ്പോ എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മുഖമല്ലാണ്ട് വാടിയിരിക്കണേ? ഏയ് ഒന്നുമില്ല കല്യാണി, നിനക്ക് വെറുതെ തോന്നുന്നത്.
ചുമന്നൊന്നുമല്ല, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ ഈ ക്ഷീണം. എന്നോടൊപ്പം ഹോസ്പിറ്റലായിരുന്നില്ലേ? ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോ വല്യഞ്ഞു വെള്ളം പോലും കുടിക്കില്ലെന്ന് എനിക്കറിയില്ലേ? വല്യഞ്ഞു ഇവിടെ ഇരിക്കേ, ഞാൻ പോയി അത്താഴം ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. കല്യാണി, നീ ഇവിടെ ഇരിക്ക. അയ്യോ വല്യഞ്ഞ, ഇരിക്ക. നീ എന്തായി കാണിക്കുന്നേ? നിനക്കങ്ങനെ പഴയതുപോലെ ഓടിപ്പോവാനും സ്റ്റെയർ ഇറങ്ങാനൊന്നും തൽക്കാലം പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ദേഹം അനങ്ങരുത്, റെസ്റ്റ് എടുക്ക. എനിക്കിപ്പോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല വല്യുഞ്ഞെ. വേണ്ട, കുറച്ച് ദിവസത്തേക്ക് വിശ്രമം വേണം. നീ ഇവിടെ ഇരുന്നാ മതി. നിനക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഇവിടെ ഈ മുറിക്കകത്ത് ഞാൻ കൊണ്ടുവന്നു തരാം. വല്യുഞ്ഞ് എനിക്ക് ആഹാരം കൊണ്ടുവന്ന് തരുമോ? അതൊന്നും വേണ്ട. എനിക്കൊരു തലചുറ്റലുണ്ടായെന്ന് വെച്ച് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ വല്യുഞ്ഞെ. നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ ഇന്നത്തെ അവസ്ഥ? അങ്ങനെയൊന്നും വരുത്താതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. തൊഴുതു വലമയ്ക്കുമ്പോഴല്ലേ എനിക്ക് തലചുറ്റലുണ്ടായത്. ദൈവം കനിയാണ്ടിരിക്കോ? അഖില മാഡത്തിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്. എന്റെ അഖില മാഡത്തിനെ രക്ഷിച്ചതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവോ? അല്ലെങ്കിൽ ദൈവം നമുക്കൊന്നും വരുത്തില്ല മാഷെ. തീരാവേദനകളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനി നമുക്കേ സന്തോഷിക്കാനുള്ള നാളുകളാ വരണേ. കുറച്ചു നാള് കഴിയുമ്പോ നമ്മുടെ കുഞ്ഞു വരാൻ പോവല്ലേ. പിന്നെ നമുക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റുമോ? കുഞ്ഞിനെ കളിപ്പിക്കണം, കുളിപ്പിക്കണം, കണ്ണെഴുതിക്കണം, പൊട്ടുതൊടിയിക്കണം, പിന്നെ കരിവിളകൾ അണിയിക്കണം, താരാട്ടുപാടി ഉറക്കണം. പിന്നെ വല്യുഞ്ഞെ, നമ്മുടെ കുഞ്ഞ് കരയുമ്പോഴേ അതിനെ വഴക്ക് പറഞ്ഞേക്കരുത് കേട്ടോ. എനിക്കതൊന്നും സഹിക്കില്ല, പറഞ്ഞേക്കാം. നീ ഇരിക്കുകയല്ലേ, ഞാനിപ്പോ വരാം. ആനന്ദ്, കല്യാണിക്ക് എങ്ങനെയുണ്ട്? അത്യാസന്ന നിലയിലൊന്നുമല്ല. ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ മറുപടി പറഞ്ഞത്. ജീവൻ ആപത്തൊന്നുമില്ല. അച്ഛനിത് എങ്ങോട്ടാ? കല്യാണി ഒന്ന് കാണണം. അവൾ ഉറങ്ങി. സാരമില്ല, ഞാൻ വിളിച്ചുണർത്തി കണ്ടോളാം. അച്ഛാ വേണ്ട, അവൾ ഉറങ്ങട്ടെ. എന്താ, എനിക്ക് എന്റെ മരുമകളെ കാണാനുള്ള അവകാശമല്ലേ? ആനന്ദ്, നീ എന്താ എങ്ങനെ അന്യനോട് സംസാരിക്കുന്നത്? നിനക്ക് എന്തു പറ്റി? പറ്റിയതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി പറ്റാതിരിക്കാനുള്ള വഴിയാ നോക്കുന്നത്. ആനന്ദ്, എന്തുണ്ടായി? എന്നോട് തെളിച്ചു പറ. എന്താ, അഖിലോട് വീണ്ടും വഴക്കിട്ടോ? ഇല്ല. പിന്നെന്താ കാര്യം? ആനന്ദ്, നീ എന്തൊക്കെയോ മനസ്സിലടക്കി വെച്ച് ശരിക്കും അന്യനോടൊന്നും പോലെ എന്നോട് സംസാരിക്കുന്നത്.
കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറ. ഞാനത് അറിയണ്ടേ? കാര്യം തുറന്നു പറ. പ്രായമായതുകൊണ്ടായിരിക്കാം മൗനത്തിന്റെ ഭാഷയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി അച്ഛന്. അച്ഛന് മാത്രമല്ല, ആ ശേഷി എനിക്കും ഇല്ലാതായിപ്പോയി. അതാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നതൊക്കെ. എന്താ മോനെ, നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയേ. ഒരു വിശദീകരണത്തിന് ഞാനില്ല. അതുകൊണ്ട് ഫലം ഉണ്ടാവുന്ന വിശ്വാസം എനിക്കില്ല. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ എല്ലാം മനസ്സിന്റെ മതിലിന് പുറത്താ കുറെ കാലമായിട്ട്. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ മനസ്സിനകത്ത് നിന്നെ പ്രവേശിപ്പിക്കാനും പടിയിറക്കി വിടാനും ഒരു മതില് കെട്ടിയിട്ടുണ്ടെന്നോ? നീ തന്നെ അത് പറയണം. ഹൃദയത്തിൽ സ്നേഹവും വാക്കുകളിൽ സത്യവും മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കിലേ എല്ലാ ബന്ധവും നിലനിൽക്കും. അത് സ്നേഹബന്ധമാണെങ്കിലും രക്തബന്ധമാണെങ്കിലും. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. നീ ഒരു കാര്യം ഓർക്കണം. അന്ന് നീ തൃച്ചംബരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ കണ്ണുകളിൽ നിന്ന് അകലരുതെന്ന് കരുതി നിന്നോട് കേണപേക്ഷിച്ച് നിന്നെ ഔട്ട് ഹൗസിൽ തന്നെ താമസിപ്പിച്ച അച്ഛനാണ് ഞാൻ. നീ എന്തു വായിക്കോ, എന്തായാലും ഈ അച്ഛന്റെ പുത്രശാപം നിനക്കുണ്ടാവില്ല. പക്ഷേ ഏത് കാരണം കൊണ്ടായാലും ഈ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിക്കരുത്. ആ വേദന നിനക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ സ്ഥാനത്ത് നീയും നിന്റെ സ്ഥാനത്ത് നിനക്ക് ജനിക്കുന്ന മകന് നിൽക്കണം. ഇനി അതിന് അധിക നാളൊന്നും കാക്കണ്ടല്ലോ. ഈ തൃച്ചംബരത്ത് ആകെ മുഖംമൂടി അണിഞ്ഞവരാ. ആടേതാ ചെന്നായി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ആരാ മുഖം മൂടിയിട്ടവർ? ഏത് മുഖം മൂടിയാ നിന്റെ മുമ്പിൽ അണിഞ്ഞിരിക്കുന്നത്? ആരാണ് തൃച്ചംബരത്തെ ചെന്നായി? പറ. ഇവിടുത്തെ ഗൃഹനാഥനാണ് ഞാൻ. എനിക്കറിയണമെന്ന്. വേണ്ട. ആരൊക്കെ എന്തൊക്കെ ദ്രോഹം ചെയ്തു എന്ന് ചെയ്തവർക്ക് എന്നെ അറിയാലോ. അത് മതി. ആ, അച്ഛൻ എന്തായാലും ഈ സമയത്ത് കണ്ടത് നന്നായി. ഒരു കാര്യം ഞാൻ പറയാം. ഞാനും കല്യാണിയും ഇവിടെ നിന്ന് താമസം മാറുന്നു. അച്ഛൻ തന്നെ പലപ്പോഴും പറയാറില്ലേ, സ്വരം മോശമാവും മുമ്പ് പാട്ട് നിർത്തണമെന്ന്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? അതല്ല ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നത്. നീ താമസം മാറാൻ പോകുന്ന കാര്യം അഖിലോട് പറഞ്ഞു? പറഞ്ഞില്ല. പറയാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ശരി, വേണ്ട. അവളാണല്ലോ എല്ലാം മറന്ന് നിങ്ങളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവളോടെങ്കിലും കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് ഒരു മര്യാദയാണ്. മര്യാദ ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒന്നും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പുതിയ ശീലമൊന്നും അല്ലല്ലോ. ആനന്ദ്, നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാനത് സഹിക്കും, മറന്നുകളെ. പക്ഷെ അവളെ വേദനിപ്പിച്ചാൽ അവളുടെ ഓർമ്മകളിൽ നിന്ന് അത് മായാൻ കാലതാമസം എടുക്കും. അത് ഓർക്കണം നീ. പുകഞ്ഞ കൊള്ളിയാക്കി പുറത്തെറിഞ്ഞതൊക്കെ പുറത്ത് തന്നെ കിടക്കട്ടച്ച. അതൊക്കെ തിരിച്ചെടുത്താലും പഴയതുപോലെ കത്തണമെന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. മെയിലുകളെല്ലാം ചെക്ക് ചെയ്യണം. അതെ കൃഷ്ണേട്ടാ. താമസം മാറ്റത്തിന്റെ സൂചനയുള്ള വല്ല മെയിലുണ്ടോ? വീട് മാറ്റത്തിന്റെയോ? എന്താ ഇനി ഇവിടുന്ന് താമസം മാറണമെന്നാണോ?
തൃച്ചംബരത്തിന് വീടുകളുണ്ടെന്ന് കരുതി മാസാമാസം വീട് മാറുന്ന എന്തിനാ? ഇവിടെ ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ഞാൻ പറഞ്ഞത് അഖിലേക്ക് മനസ്സിലായില്ല. എനിക്കോ നിനക്കോ അരവിന്ദനോ നന്ദനയ്ക്കോ ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ ആനന്ദും കല്യാണിയും ഇവിടുന്ന് താമസം മാറുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അഖിലെ അറിഞ്ഞില്ലേ? ഇല്ല കൃഷ്ണേട്ടാ, അറിയേണ്ട ആവശ്യമില്ല. താമസം മാറുകയും മാറാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ എതിർക്കുന്ന എന്തിനാ? അവരായി അവരുടെ പാടായി. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. ഇങ്ങനെ ഒരു സമീപനം അല്ലായിരുന്നല്ലോ കുറച്ചു ദിവസം മുമ്പ് വരെ അഖിലേക്ക്. കല്യാണിയോ ആനന്ദും കൂടെ ഇവിടെ ഒന്ന് താമസിക്കണം, എന്നാലേ ദാസിന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഞാൻ കല്യാണിയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഔട്ട് ഹൗസിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് അഖിലയല്ലേ? പിന്നെന്താ ഇപ്പൊ ഒരു ഭാവമാറ്റം? കൃഷ്ണേട്ടാ, ഈ വീട്ടിൽ നിൽക്കണോ പോണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാ. അതൊക്കെ അവരുടെ താല്പര്യം. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അവരാ. നമ്മള് ക്ഷണിതാക്കൾ മാത്രം. മടങ്ങി പോവാൻ തീരുമാനിച്ചതും അവര് തന്നെ. അത് പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നത് അവരുടെ ഇഷ്ടം, പക്ഷെ മടങ്ങി പോകുന്നത് നമ്മുടെ ഇഷ്ടം കൂടെ കണക്കിലെടുത്ത് തന്നെ വേണം. അതെന്ത് ന്യായോ കൃഷ്ണേട്ടാ? നമ്മൾ അവരോട് ഇറങ്ങിപ്പോ പറഞ്ഞിട്ടില്ലല്ലോ. അതവരുടെ ഇഷ്ടം. അവിടെ നമുക്ക് ഒരു സ്ഥാനവുമില്ല. സ്ഥാനമില്ലാതിരിക്കാം, പക്ഷെ അതിനൊരു കാരണമില്ലാതിരിക്കില്ലല്ലോ. കൃഷ്ണേട്ടനോടൊന്നും പറഞ്ഞില്ലേ? അപ്പൊ അഖിലേക്കൊന്നും അറിയില്ലേ? അങ്ങനെ അകത്ത ശത്രു പുറത്താകുന്നു. ഇനി പുറത്ത ശത്രു ഒന്ന് വിളിച്ചേക്കാം. എന്താൻറ്റി മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷഭാവം? നിനക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്.